പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ 100 വർഷത്തെ ചരിത്രത്തിൽ സമസ്തയുടെ ഏറ്റവും വലിയ സംഭാവന മദ്രസ പ്രസ്ഥാനങ്ങളാണ്. ഈ മദ്രസ പ്രസ്ഥാനങ്ങളും കൊയിലാണ്ടിയിലെ ബാഫക്കി തങ്ങളും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. അഥവാ മദ്രസ പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന മഹാമനീഷി നൽകിയ സംഭാവനകളെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. ഇന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് കുറച്ച് ചരിത്രം നമ്മൾ കേൾക്കുകയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ കൂടെ ചേരും. ഒപ്പം ഈ വീടിന് ഒരു കൗതുകമുണ്ട്. 200 വർഷക്കാലം പഴക്കമുള്ള ഒരു വീടാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഈ വീട്. ഇവിടെ നിന്നാണ് കേരളക്കരയിലെ നിർണായകമായ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ വലിയ വലിയ തീരുമാനങ്ങൾ വന്നത്. ഈ കോലായി അത്രയും വലിയ ഭാവിയുള്ള ഭാവനകളുണ്ടാക്കിയ, കേരളത്തെ സൃഷ്ടിച്ചെടുത്ത, സമുദായത്തിൻ്റെ സമൃദ്ധിയെ സൃഷ്ടിച്ചെടുത്ത ഒരു കോലായിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഇരിപ്പിടങ്ങളും അവിടുത്തെ തൂണുകളുമൊക്കെ അത്തരത്തിലൊരുപാട് രാഷ്ട്രീയവും കഥയും സംഭവ വികാസങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വീട് കാണാം, ചരിത്രം കേൾക്കാം. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ആ വീടിൻ്റെ ഓടിനോട് ചേർന്നൊരു തേങ്ങ തൂക്കിയിട്ടതായിട്ട് കാണാം. അതിനും ഏകദേശം 200 വർഷം പഴക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് പോവാം. അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളിവിടെ ബാഫക്കി തങ്ങളുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹിക മണ്ഡലവും ഒക്കെ എന്ത് ചിന്തിക്കണം, എങ്ങോട്ട് പോകണം എന്ന നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരുപക്ഷെ ഇന്ന് കാണുന്ന കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിലും ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തെയും സംവിധാനങ്ങളെയും ഒക്കെ ആ ഒരു അർത്ഥത്തിലേക്ക് പരുവപ്പെടുത്തിയതിലുമൊക്കെ ഈ കോലായിൽ നിന്ന് വന്ന കൂടിയാലോചനകൾക്കും തീരുമാനങ്ങൾക്കും ഇവിടെ നിന്ന് നടത്തിയ പ്രസ്താവനകൾക്കുമൊക്കെ അത്രമേൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ ആദ്യമായിട്ട് മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് മദ്രസ പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം ബാഫക്കി തങ്ങളെ മനസ്സിൽ നിന്ന് വന്ന വലിയൊരു ആശയമാണ്. ആ ആശയം സമസ്തയ്ക്ക് മൂപ്പർ നൽകിയ വലിയൊരു സംഭാവനയാണ്. ആ സംഭാവന പോലും ബാഫക്കി തങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ് നമ്മളെല്ലാം കേട്ട് കേൾവി. ഈ വീട്ടിൽ അതുപോലത്തെ ദർസോ അല്ലെങ്കിൽ ആദ്യകാലത്ത് അവിടുത്തെ ഇവിടെ ദർസുണ്ടായിരുന്നു. ദർസ് മാട്ടൂൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് തന്നെ ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഫരീദ് മൊയ്ലാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അക്കാലത്ത് ദർസ് നടത്തിയിരുന്നു. ഇവിടെയുള്ള ചെറുപ്പക്കാരായ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ. അതുപോലെ എൻ്റെ വാപ്പ ഉമർ ബാഫക്കിയെയും അതുപോലെ എൻ്റെ വാപ്പാൻ്റെ അനിയൻ അബൂബക്കർ ബാഫക്കിയെയും എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള സഹോദരന്മാരായ ഹുസൈൻ ബാഫക്കിനെയും അബ്ദുൽ ഖാദർ ബാഫക്കിനെയും മക്കത്ത് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലേക്ക് ഹാഫിദ് പഠനം നടത്താൻ വേണ്ടി ആ കാലത്ത് വലിയ പറഞ്ഞയച്ച ആൾ. ആ കാലത്ത് തന്നെയാണ് ഇവിടെയുള്ള സൈദാലി ബാഫക്കി തങ്ങളും മതപഠന രംഗത്തേക്ക് ബാഫക്കി തങ്ങൾ പറഞ്ഞയക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത് സൈദാലി ബാഫക്കി. അദ്ദേഹത്തെയും അന്ന് ഇതിൻ്റെ മതപഠനത്തിലേക്ക് എല്ലാം ആകൃഷ്ടമായി കൊണ്ടുവരുന്നത് ബാഫക്കി തങ്ങളാണ്. അതുപോലൊരു ചരിത്രം പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ CH മുഹമ്മദ് കോയ ഒരു ജോലി വിലീപ്പാൻ്റെ ഒരു ആളായിട്ട് ഒരു ജോലിക്കാരനായിട്ട് നിന്ന വീടാണ് ഈ വീട്. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലാണ്? അത് 12-13 വയസ്സാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മഠത്തിൽ സ്കൂളിലാണ് പുള്ളി പഠിച്ചതെന്നാണ് കേട്ടത്. പിന്നെ അങ്ങനെ സ്കോളർഷിപ്പ് പഠിപ്പിച്ച് അങ്ങനെ വലിയ ചന്ദ്രികയിലാക്കിയിട്ട് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിപ്പിച്ച് പിന്നെ കോഴിക്കോട് MLA ആക്കി മത്സരിപ്പിച്ച് അങ്ങനെ പടിപ്പടിയായിട്ട് വലിയപ്പാണ് CH ഉയർത്തിയ കാരണക്കാരൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ അവരടുത്തൊക്കെ ഈ വീട് ഇപ്പോൾ എത്ര വർഷം? 200 വർഷം പഴക്കമുണ്ട് ഈ വീട്ടിന്. അത് വല്യപ്പയുടെ ഉപ്പ അബ്ദുൽ ഖാദർ വല്യപ്പാൻ്റെ ഉപ്പ അബ്ദുൽ ഖാദർ ബാഫക്കിയുടെ കാലത്തുള്ള അദ്ദേഹം സ്ഥാപിച്ച വീട്. നമുക്ക് ഈ വീട്ടിലിപ്പം അന്നത്തെ ബാഫക്കി തങ്ങളുടെ മുറിയും ഒക്കെ ഇതന്നെ തന്നെ കാണുന്ന മുറികളൊക്കെ താമസിച്ചൊരു സ്പെസിഫിക് റൂം അതുണ്ട്. അതിപ്പോൾ പൂട്ടി അതുകൊണ്ടാണ്. ബാക്കിയുള്ള റൂമുകളൊക്കെ നമുക്ക് ഒന്ന് കാണാം. ഈ റൂമാണ് ആ കാലത്ത് മൗലൂദ് സദസ്സ്
വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ സാദാത്യങ്ങളൊക്കെ വല്യപ്പാൻ്റെ നേതൃത്വത്തിൽ വന്നിരുന്നിട്ട് മൗലൂദ് മാസമായി കഴിഞ്ഞാലും എല്ലാത്ത മാസവും യശാ കഴിഞ്ഞിട്ട് ഹദ്ദാദ് റാത്തീവ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടുന്ന് പിരിയൽ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ അന്നത്തെ കാലത്ത് ഇപ്പോൾ സയ്യിദ് ഫാമിലിയിലൊക്കെ പ്രത്യേകമായിട്ടുള്ള മൗലൂദുകളും അദ്കാറുകളും ഒക്കെ ആ തരത്തിലൊക്കെ ബിർദന്തി അങ്ങനത്തെ അങ്കൂസ് മൗലൂദൊക്കെ അക്കാലത്ത് ഓരോ കുടുംബത്തിനും അല്ലെ കബീലകൾക്കൊക്കെ പ്രത്യേകിച്ച് അത് ഹദ്ദാദ് ഒരു കുടുംബം ബാലുവിൻ്റെ പേരിലുള്ളതാണ്. അതും വലിയപ്പാണ് അത് എല്ലാ ഇവിടെയൊക്കെ അത് വ്യാപിപ്പിച്ച് ചെയ്യിക്കാൻ എല്ലാവർക്കും അത് കൊടുത്തത്. ഈ ഇവിടുത്തെ ഈ ഒരു ഇന്നും ഇവിടുന്ന് മൗലൂദ് ഓതാറുണ്ട്. ആ പാരമ്പര്യം അന്നുണ്ട് മൗലൂദ്. എല്ലാ മാസവും എല്ലാ നബിദിന മൗലൂദ് മാസം ഓതും. എല്ലാത്ത ദിവസവും ഇപ്പോഴും ഇവിടെ നിസ്കാരവും അദ്ദാദും എല്ലാം തന്നെയാണ് ഇപ്പോഴും. ഞാൻ നോക്കുന്നത് ഈ ഫർണിച്ചറുകളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മരങ്ങൾ ഇതൊക്കെ നിങ്ങൾ അന്നത്തെ അതേ ഈ മരങ്ങൾ ഇതെല്ലാം പഴയത് തന്നെ, ഇതെല്ലാം പഴയത് തന്നെ. ഈ വീട്ടില് മാറ്റങ്ങളൊന്നും ആദ്യമില്ല. ഈ പാത്തി കാര്യങ്ങളൊക്കെ പഴയതാണ്. അതെ, ആ പഴയ മരമാണ്. ഇപ്പത്തെ റിനോവേഷൻ നടത്തിയപ്പോൾ ഇതെല്ലാം സംരക്ഷിച്ചു. ഇതൊക്കെ അത്രേ ഉള്ളൂ. അന്നത്തെ വസ്തുക്കളൊക്കെ സംരക്ഷിച്ചു. ഈ അതുപോലെ തന്നെ ഈ ഒരു ഫർണിച്ചർ പുറത്തുള്ള ഫർണിച്ചർ അത് അന്നത്തേതാ. ഇതെല്ലാം അല്ല, അത് ആ ഫർണിച്ചർ അത്ര മാത്രം അല്ലേ. പാപ്പറ്റങ്ങളെ നിൽക്കുന്ന റൂം ഇതായിരുന്നു. ഈ വീട്ടിലെ റൂമിൽ നിന്നാണ് പാപ്പത്തങ്ങൾ പുറത്ത് വരുത്തു. ഇത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലായിരുന്നു. അന്ന് പാണക്കാട് PMS ഫുക്കാത്തങ്ങളും ഇത് MK ഹാജി ഉണ്ടാകുന്നുണ്ട്, പിന്നെ മമ്മൂക്ക ഉണ്ടാകുന്നുണ്ട്. അക്കാലത്തെ എല്ലാ വലിയ വലിയ ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും, അത് ശംസുലുലമയൊക്കെ എത്രയോ ദിവസം ഞാൻ അവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. വല്യപ്പനെ കാത്തിരുന്നിട്ട് അവർ സംസാരിച്ച് പോകുന്നതല്ല. ഇവിടെ നിന്നാണ് ഇറങ്ങി വരിക അല്ലേ. പാപ്പത്തങ്ങൾ ഇറങ്ങി വരുന്ന അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലാണ്. ഓക്കെ. ഇതിൽ ഈ ഒരു വീട് അന്നത്തെ കാലത്ത് വളരെ സജീവമായി നിലനിന്നിരുന്ന ഒരു വീടാണ്. അപ്പം ഇന്ന് രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ ഇത് അന്നത്തെ ഇതായിരിക്കും. അന്ന് എല്ലാവരും വന്നാൽ ഇരിക്കുന്ന ഒരു കട്ടിലാണ് അന്നത്തെ ഒരു സോഫ ഇരിപ്പിടം. അന്ന് വലിയ വലിയ ആൾക്കാരെല്ലാം പണക്കാട് പോകാത്തങ്ങൾ ഇരിക്കുന്ന ഞാൻ കണ്ടിക്ക്. ശംസുലുലമ ഇരുന്നിക്ക് കട്ടിൽ. അത് അത്രയും പഴക്കമുള്ള കട്ടിലാണ്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ 10-70-100 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ സാമൂഹികമായ ചിന്തകളും ചർച്ചകളും ഒക്കെ നടന്ന, അല്ലെങ്കിൽ അത്തരം ചിന്തകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഇടം. ഇന്ന് കോൺഫറൻസ് ഹാളുകളുണ്ട്, അതോടൊപ്പം തന്നെ ടേബിൾ മൈക്ക് കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇവിടെ എനിക്ക് തോന്നുന്നു ചന്ദനപ്പടി ഇട്ടിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കസേരകളിലൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക, അല്ലെങ്കിൽ ആരെ സ്ഥാനാർത്ഥി ആവണമെന്നുള്ള കൂടിയാലോചനകൾ നടക്കുക. CK ഗോവിന്ദൻ നായർ, EMS ഇവരൊക്കെ വന്നാൽ ഇവിടെ ഇരുന്നിട്ട് വലിയപ്പ വന്നിരുന്നതിന് ശേഷം അവരോട് ചർച്ച ചെയ്യല. പണക്കാട് മുക്കാത്തങ്ങൾ എൻ്റെ വാപ്പ ഉമർ വാഫയ്ക്ക്, പിന്നെ CH ഇവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ഇവരെ ചർച്ചയും കാര്യങ്ങളും. പിന്നെ കുറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വീടുണ്ട്, ഉമർ വാഫിക്കിൻ്റെ വീടിൻ്റെ ബാക്കിൽ, അവിടെയും വെച്ചിട്ട് ചർച്ച ചെയ്യും. എന്നിട്ട് അവർ പിരിയൽ. ഈ ഒരു കോമ്പൗണ്ടിൽ നിങ്ങളുടെ ഈ ബാഫക്കി ഫാമിലി മാത്രം അങ്ങനെ കേട്ടിട്ടുണ്ട്? മാത്രമേ ഉള്ളൂ, ബാഫക്കി ഫാമിലി മാത്രമേ ഉള്ളൂ. ബാഫക്കി തങ്ങൾ എത്ര വീടുണ്ട്? ഇപ്പോൾ 20-ന്റെ അടുത്ത് വീടുണ്ട്. അത് ആ വീട്ടിൽ കംപ്ലീറ്റ് ബാഫക്കി തങ്ങളെ മൂത്ത മകളായ ഷെരീഫ സൈനബ ബീവിൻ്റെ മക്കളും, രണ്ടാമത്തെ മകളായ ഷെരീഫ കുൽസു ബീവിൻ്റെ മക്കളും പെരുമക്കളും ഭർത്താവ് സീതാലി ബാഫയ്ക്ക്, അതുപോലെ നമ്മളെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാം താമസിക്കുന്നത് ഈ കമ്പൗണ്ടിലാണ്. ഈ കമ്പൗണ്ടിന്റെ പേര് ബാഫക്കി കമ്പൗണ്ട് എന്നാണ്. ബാഫക്കി കമ്പൗണ്ട്. കൊയിലാണ്ടിയിൽ ആദ്യത്തെ കറണ്ട് കിട്ടിയ ഈ വീട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ആ കാലത്ത് ആദ്യമായിട്ട് ഇലക്ട്രിക്കിൽ 1-ാം നമ്പറുള്ള വീടാണ്. ആ വീട്ടിന് ഇന്നും ഇവിടെ 4 ലക്ഷം കണക്ഷൻ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ വീട്ടിന് തന്നെയാണ് കൊയിലാണ്ടിയിലെ 1-ാം നമ്പർ കണക്ഷനുള്ള വീടാണിത്. ഈ വീട്ടിൽ ഇത് പള്ളിയാണോ? അതല്ല, പള്ളി അവൻ്റെ ഉള്ളിലുണ്ട്, ചെറിയ പള്ളിയുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ? അത് വലിയ പുള്ളല്ല. ശരി, വലിയ പുള്ളല്ല. അന്നത്തെ നിസ്കാരം ആളുകളൊക്കെ അന്നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ പാടം പിരിക്കും, ഒന്നായിട്ട് പാടം പിരിക്കും, എല്ലാവരും കൂടി ഒന്നായിട്ട് നിസ്കരിക്കും. അപ്പോൾ ഇവിടെ അന്ന് ദർസ് ഇതുണ്ട്, കണ്ടമാൻ കുട്ടികളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പഠിപ്പിക്കാൻ മൊയിലാക്കന്മാരെല്ലാം കൊണ്ടുവരും. വലിപ്പം ഇതിൻ്റെ ഒരു ആള് തന്നെ. ചന്ദ്രിക എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ചന്ദ്രിക ഏതാക്കണം,
തലശ്ശേരി കിടക്കുന്ന ചന്ദ്രിക കോഴിക്കോട് കണ്ണൂർ റോഡിൽ ആ സ്ഥലം വാങ്ങിയിട്ട് അതിനെല്ലാ ഏർപ്പാടും ചെയ്യുന്നത് ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങളുടെ എഫക്റ്റാണത്. ഏതൊരു സ്ഥലം വിറ്റു ബാഫക്കി തങ്ങൾ അതിന് ബാഫക്കി തങ്ങൾക്ക് ഇതിന് നടത്താൻ പറ്റാഞ്ഞിട്ട് പത്രം വാങ്ങാൻ പൈസയില്ലായിട്ട് അതിനെന്തോ വേറെന്തോ ചെയ്തിട്ടാണ് ആ പത്രം അതിൻ്റെ പേപ്പർ വാങ്ങാൻ. അന്നൊക്കെ പേപ്പറിന് ഭയങ്കര ഇതുള്ള സമയമാണ്. മറ്റുള്ള വലിയ പത്രങ്ങളൊക്കെ ആയിട്ട് കട പിടിച്ച് നിൽക്കണമെങ്കിൽ ആ ചന്ദ്രിക സെറ്റ് ചെയ്യാനൊക്കെ ബാഫക്കി തങ്ങൾ. അതിൻ്റെ കൂടെ നമ്മളെ വാപ്പാന് ബാഫക്കി തങ്ങൾ കൈപിടിച്ച് രാഷ്ട്രീയത്തിലും എല്ലാത്തിലും കൊണ്ടുവന്നത് ബാഫക്കി. 2 പ്രാവശ്യം എൻ്റെ വാപ്പാനെ ML ആക്കി. ഇത് താനൂരിൽ നിന്ന് മത്സരിപ്പിച്ചു, കുണ്ടോട്ടിയിൽ നിന്ന് മത്സരിപ്പിച്ചു. വല്യപ്പാൻ്റെ ഹയാത്തിലാണ്. നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം. അപ്പം ഇതിൽ അതുപോലെ ഈ സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്നൊരു സമയമാണല്ലോ. അപ്പം ഈ 100ാം വാർഷികം ഇപ്പോൾ നടക്കുമ്പം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അധ്യക്ഷനായിരുന്ന ഒരു സംഘടനയുടെ ഒരു 100ാം വാർഷിക ആഘോഷിക്കുകയാണ്. ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരു എൻ്റെയൊക്കെ മനസ്സിൽ സമസ്തക്ക് 100ാം വാർഷികം ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ കഴിയട്ടെ. വല്യപ്പാൻ്റെ ഒക്കെ മനസ്സ് കബർന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ഈ അതോടൊപ്പം അന്ന് പറഞ്ഞല്ലോ നമ്മൾ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, പിന്നെ സമസ്തയുടെ നേതാക്കളും തങ്ങളുമൊക്കെയുള്ള ഇവിടുത്തെ ഒരു വരവും നിങ്ങളുടെ ഒക്കെ ഒരു കുട്ടിക്കാലത്തെ കാഴ്ചകളുണ്ട്. ശംസുൽ ഉലമ വരുത്തും, പിന്നെ അന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അങ്ങനത്തെ വലിയ വലിയ അതുപോലെ പട്ടിക്കാട്ടെ ബാപ്പുവാജി എന്താ സ്ഥലം കൊടുത്ത വെട്ടിക്കാടിന് സ്ഥലം കൊടുത്ത ബാപ്പുവാജിയിലൊക്കെ ഇവിടെ വരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ BPC തങ്ങൾ, അങ്ങനെ ഒരുപാട് വലിയ വലിയ തങ്ങന്മാർ. ഇവരൊക്കെ തമ്മിൽ ഇങ്ങനെ നമ്മളിപ്പോൾ പറയുന്നത് ഒരു ചരിത്രമാണല്ലോ. നിങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളെ യൗവനോ കുട്ടിത്തമൊക്കെ ആയിരിക്കും അന്നത്തെ കാലം എന്ന് പറയുന്നത്. അന്ന് ഈ ഉസ്താദുമാരൊക്കെ ഇടയിലുള്ള തങ്ങളോടും ബാഫക്കി തങ്ങളെ കാണുമ്പോൾ ഷംസുൽ ഉലമക്കോ അല്ലെങ്കിൽ ബാപ്പു ഉസ്താദിനോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കണ്ടുമുട്ടും ഉണ്ടാക്കുന്ന ഒരു ആദരവ്. ഭയങ്കര ആദരവാണ്. അവർ ചെറിയ ആദരവെന്നല്ല കൊടുക്കൽ. ശംസുൽ ഉലമയൊക്കെ ഞാൻ കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നു കസാല ഇട്ടിട്ട്, വലിയ പാത്ത് നിൽക്ക് വരുന്നതൊക്കെ മൂപ്പർ എണീച്ച് നിന്നിട്ട് കൈ പിടിച്ചിട്ട് സലാം ചൊല്ലിയിട്ടിരിക്കുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഇച്ചിരി ഉള്ള വയസ്സിൽ എനിക്ക് അത് നല്ല ഓർമ്മയുണ്ട്. ഈ ബാഫക്കി തങ്ങളുടെ കോട്ടാണ്. ബാഫക്കി തങ്ങൾ നമ്മുടെ കുടുംബത്തിലെല്ലാം ബാഫക്കി തങ്ങൾ മരിക്കുന്നത് വരെ നമ്മുടെ കുടുംബത്തിൽ ആർക്കും വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരും നിങ്ങളക്കുപ്പ എന്നാ പറയുക. അറബികളെ കന്തൂർ അത് നിർബന്ധം. അതുപോലെ ഞങ്ങൾക്ക് ആർക്കും മുടി വെക്കാൻ അധികാരമില്ല. ബാഫക്കി തങ്ങളുടെ ചട്ടായിരുന്നു. ബാഫക്കി തങ്ങളുടെ ചട്ട മുടി ആർക്കും അങ്ങനെ ഒരു മുടി അതിലൊരു സ്പെസിഫിക്കേഷൻ വേണമെന്ന് മുടി അതൊക്കെ എന്ന് പറഞ്ഞാൽ സമസ്തൻ്റെ ദീനിൻ്റെ ഒരു ചട്ടക്കൂടാണ്. അന്നിലക്കാണ് അദ്ദേഹം പറയുന്നത്. ഇത് എല്ലാവരും മുടി വെക്കാൻ പാടില്ല. മുടിയൊക്കെ മുട്ടടിച്ചിട്ട് തൊപ്പിയൊക്കെ ഇടിച്ചിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച എല്ലാവരും ജമാക്ക് പോകുന്നേരം നീളക്കുപ്പായിട്ട് ചെറിയ കുട്ടികളെ വരെ നീളക്കുപ്പായിട്ടിട്ടാണ് പള്ളിക്ക് പറഞ്ഞേക്കാം. ഇന്നത് ഫോളോ ചെയ്യുന്നു. ഇന്ന് കുറേ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാലഘട്ടം മാറിയല്ലോ. പക്ഷെ എങ്കിലും കുറേ അധികം അന്നത്തെ കാലത്ത് അത്ര നീളക്കുപ്പായം കുറവാണ്. എങ്കിലും കഴിയുന്നത് ശ്രമമുണ്ട്. കഴിയുന്നതും പലരും പറ്റുപോലെ ചെയ്യുന്നുണ്ട്. അത് അന്ന് അങ്ങനെയല്ല. അന്ന് വലിയപ്പോൾ ഉള്ളപ്പോൾ അത് നിർബന്ധമാണ്. ഷാബ് തങ്ങളുടെ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്നാണ്. ചർച്ചയും ഷാബ് തങ്ങളുടെ കല്യാണം പാണക്കാട് പൂക്കാത്തങ്ങളും വലിയ ഹബീബാണ്. ചെറിയ ഹബീബൊന്നല്ല. എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളി എപ്പോഴും വരുന്നേരം നമുക്ക് തോള് തട്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കും. വലിയപ്പം ഇറങ്ങിയിട്ട് ഒന്നായിട്ട് പോലും പോകുന്നതാണ് കാറിൽ, അംബാസിഡർ കാറിൽ. പിന്നെ സക്കാത്ത് കൊടുക്കുന്ന വലിയൊരു ഇവിടെ സംവിധാനം. ഇത് അന്ന് പാണ്ഡ്യയിലത്തും മറ്റുള്ള സ്ഥലത്തൊക്കെ സക്കാത്തുണ്ടാവും. അപ്പോൾ തങ്ങളുടെ മക്കളാണ് ചാളയിൽ അന്ന് ഒരു നാണയമാണല്ലോ, നാണയം കൊടുക്കുക. ഇങ്ങനെ അന്നേരം ലൈൻ നിർത്തും. പോലീസിനെ വരെ പ്രൊട്ടക്റ്റ് ഉണ്ടാവും അക്കാലത്ത്. വെല്ലിപ്പ ₹1 ഒക്കെ നോട്ട് വെല്ലിപ്പ കൊടുക്കുക. വേണ്ടപ്പെട്ട കുറച്ച് ₹1 എന്ന് പറയുമ്പോൾ അങ്ങനെ ₹1 നോക്കണ്ട. അന്നത്തെ കാലത്ത് അത് അന്നൊക്കെ വെല്ലിപ്പ ഇവിടെ നിന്നിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വലിയത്തെ പള്ളിയിലാകുമ്പോൾ എല്ലാ സമയത്തും പോവുക. വലിയത്തെ പള്ളിയിൽ അധിക സമയത്തും ജമാഅത്തിനുണ്ടാവുക. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടിയായിട്ട് പോകുമ്പോൾ ഇവിടെ കാലിന് ഇറക്കമുള്ള ആളാണ്. മന്തെന്ന് പറയാ. പക്ഷെ അതിന് കെട്ടിയിട്ട് നീര് കെട്ടിയിട്ട് രാമേന്ദ്രൻ ഡോക്ടർ പറയും പോറത്. എന്നാലും പുള്ളി എങ്ങനെയെങ്കിലും വലിയത്തെ പള്ളിയിലെത്തും. പിന്നെ ഞാൻ കേട്ടത് പിന്നെ മക്കത്ത് പോയിട്ട് സക്കാത്ത് കൊടുത്തിരിക്കുന്നു. അറബികളത്ത് ഒന്നുമില്ലാത്ത കാലത്ത്, അറബികളത്ത് അന്നത്തെ പൈസ ഇന്ത്യൻ്റെ പൈസയ്ക്ക് വിലയുള്ള കാലത്ത് ബാപ്പയും വല്ലിപ്പയും പിന്നെ BP അസംഗം എൻ്റെ ബാപ്പ, കണ്ണൂർ അലിരാജ,
ഇവരൊക്കെ മക്കത്ത് പോയിട്ട് സക്കാത്ത് കൊടുത്തിക്കുന്നുള്ള ചരിത്രം ഞാൻ കേട്ടു. ഒരാൾക്കാരെന്ന് പറയുന്നത് കേട്ടത്. അന്നൊക്കെ വലിയപ്പാക്ക് ഒരു അംബാസഡർ കാറാ പഴയ മലബാർ ക്രിസ്ത്യൻ കോളേജിന് പക്ഷിയില്ലായിട്ട് പകുതി പൈസ വലിയപ്പ കൊടുത്താനാണ് കേട്ടത്. മലബാർ ക്രിസ്ത്യൻ കോളേജ്. എന്നിട്ട് ആ കോളേജിൻ്റെ പേര് അങ്ങനെ ഇട്ടോന്നാണ് പറഞ്ഞത്. ഓലെ പയ്യോളി ലഹള നടന്നപ്പോൾ ഭയങ്കര കുഴപ്പമാണ്. ഒരാളും അങ്ങോട്ട് പോകാൻ തയ്യാറില്ല. മുസ്ലിം ഹിന്ദു ലഹളാണ് നടക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിമായ പക്കു ആണ് അതിന് ചെയ്തത്. പക്കുവിനെ ഞങ്ങൾ എന്താ ചെയ്യുന്നു പറഞ്ഞപ്പോൾ പക്കുവിനെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ആൾ വല്യപ്പാന്ന് ഞാൻ കേട്ടു. പോലീസിൽ ആ വിഷയം തീർത്തത്. അന്നേരം വല്യപ്പാൻ്റെ സഹോദരി എൻ്റെ ഉമ്മാൻ്റെ ബാപ്പാൻ്റെ ഉമ്മ ഉണ്ട്, മുത്തിച്ചാന്നറിയാം, വിഷ്ക പോകണ്ടെന്ന് പറഞ്ഞ പോലെ നാട്ടിൽ വലിയ വിഷയം നടക്കാൻ ഞാൻ പോവാതിരിക്കുമെന്ന് വെച്ചിട്ട് നേരിട്ട് പോയ ആളാണ്. അന്നത്തെ ഞാൻ നേരത്തെ വസ്ത്രം ചോദിച്ച സമയത്താണ് ഈ ഒരു ഓവർ കോട്ട് അത് കല്യാണത്തിനല്ല, കല്യാണത്തിനാണ് മെയിനായിട്ട് ഇടുക. പുതിയാപ്പിള ഇറങ്ങുന്നത് നീളെ കുപ്പായത്തിൻ്റെ മേലെ കറുത്തൊരു കോട്ടിടും. അത് നമ്മളെല്ലാം ചില രാഷ്ട്രീയ പ്രൊഫൈലുകളിൽ അത് കാണുന്നു. അത് അധികം വലിയ ഫംഗ്ഷന് പോകുന്നവർ അത് ഇടും, കറുത്ത കോട്ട്. അത് നമ്മളെ വാപ്പ ഇടും, കറുത്ത കോട്ടിടും. പിന്നെ നമ്മളെല്ലാവരും ഇടുക പുതിയാപ്പിളായിട്ട് ഇറങ്ങുന്നേരം ഒരു തലക്കോട്ടും ഇതേമാതിരി കോട്ടിടും. നമ്മൾ ഈ ഏരിയയിലൊന്നും സത്യത്തിൽ കൊയിലാണ്ടിയിൽ വലിയ ശ്മശാനമുണ്ട്. നിങ്ങൾ വരുന്നേരം അങ്ങുള്ള ഒരു 15 ഏക്കറിൻ്റെ മേലുണ്ടാവും. അത് ഗവൺമെൻറ് ഹൈവേ നിലക്ക് പോകാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ചന്ദ്രികയിൽ അന്ന് മാനേജറായിരുന്ന PWD എഞ്ചിനീയറുണ്ട് TP കുട്ടിയം സാഹിബ്. മൂപ്പർ വെല്ലിപ്പാനോട് പറയുക, എന്ത് തങ്ങളിത് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വെല്ലിപ്പാൻ്റെ എഫക്റ്റ് എടുത്തിട്ട് വയലത്തറ മുഹമ്മദ് ഹുസൈൻ മുസ്ലാറെ കൊണ്ടാണിട്ട് ബാഗ് പറയിച്ചിട്ടാണ് അതിന് ചുറ്റുമതിൽ കിട്ടിയത്. അത് സംരക്ഷിച്ച ഇന്ന് എത്രയോ ആളെ മയ്യത്ത് കൊയിലാണ്ടിയിൽ വെക്കുന്ന ഒരു സ്ഥലമാണത്. അതിൻ്റെ കാരണം വൈവിധ്യങ്ങളാണ്. അവിടെ ഇപ്പം ഈ എന്താ പറയുക, അന്നത്തെ കാലഘട്ടത്തിലൊരു എന്താ പറയുക, സാധാരണക്കാർക്ക് ഒരു ഭക്ഷണം, നല്ല ഭക്ഷണമൊന്നും കിട്ടാൻ പറ്റാത്തൊരു കാലമായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരമല്ല, അത് മാത്രമല്ല, ബാഫയ്ക്ക് തങ്ങൾക്ക് ആദ്യം കച്ചവടം ബർമയിലായിരുന്നു, മ്യാൻമറിലായിരുന്നു. ബാഫിക്കൻ കമ്പനിയായിരുന്നു അവിടെ. അത് ബാഫയ്ക്ക് തങ്ങളുടെ അനിയനുണ്ട്, ആഷിം ബാഫയ്ക്ക്. മൂപ്പർ പാകിസ്ഥാനാണ് മരിച്ചത്. അന്ന് എൻ്റെ പേരൊക്കെ ഇട്ടാണ് മൂപ്പർ പോയത്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല യുവജനത്തിന്. അന്ന് മൂപ്പറും ഭയങ്കര മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു, ചെറിയ പ്രവർത്തകനല്ല. അത് ബാഫയ്ക്ക് തങ്ങളുടെ മുന്നേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. പിന്നെ സത്താർ സോട്ടിൻ്റെ കൂടെയാണ് മൂപ്പർ പാകിസ്ഥാനിലേക്ക് പോയിട്ട്. ബാഫി തങ്ങളുടെ അനിയനാണ് അഷിം ബാഫിക്ക് എന്ന് പറയും. ഒരിക്കലും ബർമയിലേനും കച്ചവടം, ബാഫിക്കാൻ കമ്പനി എന്നാണ്, അരിൻ്റെ എക്സ്പോർട്ട് കമ്പനി. അത് കഴിഞ്ഞതിന് ശേഷമാണ് വെല്ലിയങ്ങാടിയിൽ കച്ചവടം തുടങ്ങിയത്. അതുപോലെ ഈ CHന് വീട് എടുത്തു കൊടുത്ത് CHന് വീട്, CHനെ സത്യത്തിൽ CHനെ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ CHൻ്റെ ബാപ്പ ആലി മുസ്ലിയാറാണെങ്കിലും വലിയപ്പ പറയുമ്പോൾ പൊളിച്ച് ചെയ്യുക. അപ്പോൾ അവർക്ക് കോഴിക്കോട് CHന് മുൻപ് ആലി മുസ്ലിയാർക്ക് ഇവിടെ ബന്ധമുണ്ടായിരുന്നു. CHനെ കൊണ്ടുവന്നതിന് ശേഷം ആലി മുസ്ലിയായിട്ട് വലിയപ്പ ബന്ധമാണ്, നല്ല ബന്ധമാണ്. അപ്പോൾ ആ മൂപ്പറോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യൂല. ഇവിടുന്ന് കൊടുക്കുന്ന പൈസയും സ്കോളർഷിപ്പ് കിട്ടുന്ന പൈസയും കൊണ്ടാണ്. പിന്നെ അവിടുന്ന് അയാൾക്ക് പള്ളിക്കലെ മുക്രിയും കൂടിയാണ്, അവിടുത്തെ മാധ്യമാണ്. അതും കൊണ്ടാണ് അവരുടെ വീട്ടിലെ ചെലവ്. അങ്ങനെ നിൽക്കുന്നവരാണ് CHന് ഒരു വീട് വേണമെന്നുള്ള സ്വപ്നം വല്യപ്പാൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. അന്നേരമാണ് CKP ചെറിയ CHന് എത്ര വയസ്സുണ്ടാവും ഈ വീട് വേണമെന്നൊക്കെ പറയുന്ന ഒരു 18 വയസ്സിൻ്റെ മേലെ അത്രേ ഉണ്ടാവുള്ളൂ, 20 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് ബാബയ്ക്ക് തങ്ങൾ CKP ചെറിയ നമുക്കതിൻ്റെ ഉമ്മാൻ്റെ പേരിലുള്ള സ്ഥലമാണ് നടക്കാവിലെ സ്ഥലം. ആ നടക്കാവിലെ സ്ഥലം ബാപ്പയ്ക്ക് തങ്ങൾ പറയുക CHന് അല്ല മമ്മൂക്കയിനോട്, ആ സ്ഥലം നിങ്ങൾ CHൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നു. അങ്ങനെ CHൻ്റെ പേരിൽ എഴുതുക. അത് എഴുതിയിട്ട് ആ വീട് എടുത്ത് കൊടുക്കുക ബാപ്പയ്ക്ക് തങ്ങൾ. അതങ്ങനെ പറയുമ്പോൾ ഒരാളൊരു സ്ഥലമായിട്ട് കൊടുക്കണമെങ്കിൽ ആ ഒരു ആജ്ഞയ്ക്കൊരു ശക്തി ഉണ്ടാവണം, ആ ബന്ധത്തിനൊരു ദൃഢത വേണം. അതുണ്ട്. അതെ അതെ. ആ കാലത്തൊന്നും എക്കാലത്തൊന്നും അങ്ങനത്തെ ഒരാളെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഇത്. പറയുമ്പോൾ അത് കുറച്ച് രാഷ്ട്രീയമൊക്കെ ആയി പോകും. പക്ഷേ അത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങൾ ആ അർത്ഥത്തിലൊന്നും അല്ല ഇതിനെ എടുക്കുന്നത്. കാരണം വെച്ചാൽ CH ഈ വീട്ടിൽ 12-ാമത്തെയോ 13-ാമത്തെയോ വയസ്സിൽ ഒരു ജോലിക്കാരനായിട്ട് എത്തുന്നു. അവിടെ നിന്ന് CHൻ്റെ ആ ഒരു പക്വതയിലും ആ ഒരു കഴിവിലൊക്കെ ബാഫ്കി തങ്ങൾ
100 മാർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഒരാളെ എത്രമാത്രം വളർത്താൻ പറ്റുമോ അത്രമാത്രം CH വളർത്തി, വിദ്യാഭ്യാസം കൊടുത്തു, ജോലി കൊടുത്തു, ചന്ദ്രികയിൽ നിയമിച്ചു. ആ CH പിൽക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ ദൗർഭാഗ്യകരമായ രാഷ്ട്രീയത്തിലെ പിളർപ്പിൽ വാഫക്കി തങ്ങളുടെ ഒരു എതിർചേരിയിലാണ് കണ്ടത്. വാഫക്കി തങ്ങളെ CHൻ്റെ ഒരു കളിക്കൂട്ടുകാരനും കൂടിയാണ് എൻ്റെ വാപ്പ ഉമർ വാഫക്കി തങ്ങൾ. ഉമർ വാഫക്കി തങ്ങളും വാപ്പയും മമ്മൂക്കയും കൂടിയുള്ള ഒരു വളരെ അയാളായിട്ടുള്ളൊരു പിളർപ്പിൻ്റെ ഭാഗമായിട്ടാണ് CH. ആ വല്യപ്പാൻ്റെ മരണത്തിൻ്റെ ശേഷം വാഫക്കി തങ്ങൾ മക്കത്തു നിന്ന് മരിച്ചതിൻ്റെ ശേഷമാണ് പിളർപ്പിൻ്റെ ആരംഭം തുടങ്ങുന്നത്. സംഭവം അതിൻ്റെ മുന്നേ ഉണ്ട്. ഇത് CHനെ കോഴിക്കോട് ലോക്സഭയിൽ മത്സരിപ്പിച്ചോട് കൂടിയിട്ട് ഉള്ളതുകൊണ്ടുള്ള ഒരു തമ്മിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ട് അതിന് അപ്പം തുടങ്ങിയിരിക്കുന്നു അവർ തമ്മിലുള്ള ചെറിയൊരു ക്രാസസ്. പിന്നെ അത് വലുതായിട്ട് വരികയാണ് പിളർപ്പോട് കൂടിയിട്ട്. എന്താ ഒരു പിളർപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ വാഫക്കി തങ്ങളുടെ ആ ഒരു മാനസികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വല്ലാത്ത വിഷമമുണ്ടായിരിക്കും, ഭയങ്കര വിഷമമുണ്ടായിരിക്കും. 2 പ്രാവശ്യം കാലിക്കറ്റ് നഴ്സിംഗ് ഹോമിൽ പിന്നെ ഡോക്ടറുണ്ട്, ഇവരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ ഹജ്ജിന് പോകുന്നവരെ വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ ഇവർക്ക് 2 ഒരു സമയം വെച്ച് അതിൽ ബാപ്പാക്ക് വരാൻ നേരം പോയി ഇവർ തമ്മിൽ മിണ്ടാതെ കൊല്ലം വരെ ആയിപ്പോയി. അത് കാരണം എന്ന് വെച്ചാൽ അവരെയൊക്കെ അത്ര ഇഷ്ടപ്പെട്ട ആളാണ് നമ്മളെ വാപ്പയൊക്കെ. അങ്ങനെ വാപ്പാനൊക്കെ സെൻട്രൽ ജയിലിലാണ് വാപ്പ 2 കൊല്ലം കിടന്നത് പിണറായി വിജയൻ്റെ കൂടെ. അങ്ങനെ ആ ഒരു ഷോക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ വാപ്പാനെ അറസ്റ്റ് ചെയ്ത് പോകുന്നേരം ഞാൻ രാവിലെ പുരയിലിരിക്കുക. വാപ്പ സാധാരണ അകത്തിരുന്ന ഓതുക. ഇത് ഇപ്പോൾ രാവിലെ വാപ്പ എന്താക്കി ഒരു 10 ദിവസം മുന്നേ വാപ്പാക്ക് അറസ്റ്റ് വാറണ്ടെന്നുള്ള വിവരം അറിയും. അപ്പോൾ പുറത്തിരുന്ന ഓതുന്നു. അങ്ങനെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ റഷീദ് തന്നെ പോലീസുകാരൻ വരിക വാപ്പാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ സലാം ചൊല്ലിയിട്ട് ഇരുന്നിട്ട് പറഞ്ഞു തങ്ങൾക്കൊരു വാറണ്ടുണ്ട്, തങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വാപ്പാൻ അത് വേണ്ട, ഇവിടെ നിയമം പരിച്ച് ചെയ്തോട്ടെ എന്നാണ്. കുഞ്ഞോട് ഞാൻ ഉമ്മാനോട് പറയേണ്ടത് ഇത് ഉമ്മാനോട് ഞാനൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇപ്പുറത്തൂടെ വാപ്പ പോയി നിളക്കപ്പാട്ടിട്ട് പുറത്തേക്ക് ഉമ്മ ഇല്ല ഞാൻ പോകാണെന്നാണ് വെട്ടിയെടുത്തിട്ട് ഞാനാ പോകുന്നത്. ഉമ്മാക്ക് തിരിഞ്ഞിക്ക് ഞാൻ വാപ്പാനെ വലിയ വണ്ടിയിലാക്കി കൊണ്ടുവന്നത്. PM ഓക്കറിനെ കൊണ്ടുവരുന്നു. വാപ്പാനെ ആ നീട്ടമുള്ള പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോവാം. അങ്ങനെ ഒരുപാട് വേദനയുടെ ഉണ്ട്, ചരിത്രങ്ങളുണ്ട്. അപ്പം നമ്മളതിപ്പോൾ പറയാൻ കഴിഞ്ഞാൽ അതൊരു ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ആ കഥകളൊക്കെ മാറ്റി വെക്കാം. ഇന്നത്തെ കാലത്ത് വാഫക്കി തങ്ങളെ കുറിച്ച് കൂടുതൽ പുതിയ തലമുറ പഠിക്കേണ്ടതും ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ ഒരു തറവാടും അതിൻ്റെ ഒരു ഇവിടെ പഠിക്കേണ്ടത് ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് അവരുടെ പേരിലുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ട്, വലിയ അനുസ്മരണ ദിനങ്ങൾ നടക്കാറുണ്ട്. അതോടൊപ്പം വാഫക്കി തങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് അങ്ങനെ ഒരുപാടുണ്ട്. വാഫക്കി തങ്ങൾ സ്റ്റഡി കേന്ദ്രം എന്നൊക്കെ പറഞ്ഞൊക്കെ സംരംഭങ്ങളുണ്ട്. പക്ഷേ കുറച്ചുകൂടി പഠനാർഹമായ രീതിയിലേക്ക് ഇപ്പം മരിച്ച അബൂബക്കർ വാഫക്കിയാണ് ഒരു കൊല്ലത്തിൽ കോഴിക്കോട് വാഫക്കി തങ്ങൾ അനുസ്മരണം വെക്കൽ. വാഫക്കി തങ്ങളുടെ ഒരു ചെറിയ മോനുണ്ട് ഇപ്പം അടുത്ത് മരിച്ച മൂപ്പറാണ് ഒരു വെക്കൽ. സത്യത്തിൽ വാഫക്കി തങ്ങളുടെ പേരിൽ ഒരു സെമിനാറോ കൊയിലാണ്ടിയിൽ വെക്കലില്ല, ആരും വെക്കലില്ല. ഒരു വാഫക്കി തങ്ങളെ മരണ ദിവസം അല്ല മരിച്ച ദിവസം ഇത്രാം ദിവസമാണെങ്കിൽ അന്ന് കുത്തിരിണ്ട് നമുക്ക് പള്ളിക്ക് കുത്തിരിണ്ട് വന്ന് ഒരു വെള്ളിപ്പൊക്കെ ഇരിക്കുന്ന പള്ളിയുണ്ടല്ലോ, അവിടുന്ന് കുറച്ച് യാസീൻ ഓതി ദ്വാരക്കാനുള്ള പരിപാടി പോലും അതൊന്നും ഇപ്പം നമ്മളതൊന്നും പറയൽ ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങളൊന്നും. ഇതൊക്കെ ഈ വീടിന് മദ്രസാ വിദ്യാഭ്യാസമായിട്ടുള്ള വലിയ ബന്ധമാണ് ഞാൻ ഏറ്റവും കാണുന്നത്. അതുമാതിരിയല്ല ദീനീ പ്രവർത്തനത്തിൽ ഇപ്പോഴും ഇവിടെയുള്ള കുട്ടികളെ ഹാഫിളാക്കി ഇപ്പോഴും ചെറിയ കുട്ടികളെ ഹാഫിള അവിടുത്തെ സൈദാലി വാഫക്കിൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഹാഫിള ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ പഠിക്കുക. ഈ വീട്ടിന് അങ്ങനെയൊക്കെ ഒരു ചരിത്രമുണ്ട്. ഈ 22 വീടിലും ഒരു വീടും പുറത്തൊരാൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഇതിലെല്ലാവരും പൈസ ഉള്ള ആളുകളൊന്നുമല്ല. മറ്റ് തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? വല്യപ്പാനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്ത് കല്യാണം എന്ത് കാര്യം വരുന്നേരം വലിയപ്പ തീരുമാനിക്കുക, മറുപടിയില്ല. അധികം കുടുംബത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുക, പുറത്ത് കല്യാണം വളരെ കുറവാണ്. അതുപോലെ കബീലകളെല്ലാം നോക്കൂ, കബീല മൂപ്പർ നല്ലോണം നോക്കൂ, ഏതാ കബീല എങ്ങനെ കബീല എന്നല്ല പുള്ളി അങ്ങനെയൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി നിസ്കാരമുള്ളവനാണ്.
നിസ്കാരത്തിന് മൂപ്പർക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യൻ. നമ്മളിങ്ങനെ ഈ ലീഗിന്റെ ചരിത്രത്തിലൊക്കെ ക്യാമ്പുകളിലൊക്കെ പറയാറുണ്ട് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തി. അതൊക്കെ സത്യമാണ്. എത്ര പനി പിടിച്ചിട്ടും കാലിന് ഇതൊക്കെ ഉണ്ടായിട്ടും പള്ളി കൃത്യമായിട്ട് പോകുന്ന മനുഷ്യൻ, ഇമാം ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾ, അതെല്ലാം കറക്റ്റാണ്. വലിയപ്പ മക്കത്ത് ഹജ്ജിന് പോകുന്നേരം വലിയപ്പ രോഗിയാ. പലരും നിർബന്ധിച്ച് ഇപ്പം പോകേണ്ട തങ്ങളെ. അതൊക്കെ അള്ളാൻ്റെ ഒരു വലിയാണ്. നമ്മളെ വെല്ലിപ്പാനെ കൊണ്ട് പറയല്ല, അത്രയും അതിനുള്ളിൽ ദീന് ഉള്ളിൽ കയറിയ പോയ മനുഷ്യന്മാർ. ഇപ്പോൾ അവിടെ ജനത്തിൽ വക്കീലല്ലേ മറവി, അപ്പോൾ അവിടെയൊക്കെ ഫാമിലിയൊക്കെ വർഷത്തിലും പോകുമല്ലേ? അധികാളം പോക്കുണ്ട്. ഖദീജയുടെ ഖബർ ഗേറ്റിൻ്റെ ഇപ്പുറത്താണ് വെല്ലിപ്പാൻ്റെ ഖബർ. വലിയൊരു ഭാഗ്യമുണ്ട്. റസൂലുള്ളാഹിന്റെ ഭാര്യൻ്റെ ഖബറിൻ്റെ തൊട്ടടുത്ത് കവർ വെക്കാന്നൊക്കെ പറയുന്നത്. അതും ലോക മുസ്ലിങ്ങൾ എപ്പോഴും എത്തിപ്പെടുന്ന സലാം ചെല്ലുന്ന സ്ഥലത്ത് മൂപ്പറ ഖബറും കിടക്കുകയാണെങ്കിൽ ലോക മുസ്ലിങ്ങൾ ഏത് കാലത്ത് ഹജ്ജിന് പോയാൽ ഒരു സലാമെങ്കിലും ചെല്ലുമല്ലോ. അതിനുള്ള ഭാഗ്യം അള്ളാഹ് കൊടുത്തതാണ്. അള്ളാഹ് കൊടുത്തൊരു ഭാഗ്യം. ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ ഒരുപാട് കാലങ്ങളൊക്കെ മാറി. പുതിയ കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രവർത്തകരോട് ബാഫക്കി തങ്ങളുടെ ഒരു പേരക്കുട്ടി എന്ന നിലയിൽ പറയാനുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സമസ്തയിലെ ആളുകളോട് പറയാനുള്ളത്, ദീനി സംഗതിക്ക് മുറുകെ പിടിക്കുക. നമ്മളുടെ ഉള്ളിലേക്ക് വിധേയി പ്രസ്ഥാനക്കാർ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്, മതമില്ലാത്തവർ വരുന്നുണ്ട്. അത് നമുക്ക് കാണാം, ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മനസ്സിൽ ഉള്ളൊരു വാക്കാണ്. ഇതിപ്പോൾ ഒരാൾ പറഞ്ഞു തന്നിട്ടൊന്നല്ല. വിധേയി പ്രസ്ഥാനം എന്നാൽ ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നാൽ അവർക്ക് നമുക്ക് മൗലൂദ് വേണ്ട, ഖബർ സിയാറത്ത് വേണ്ട, ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നിയ പല സ്ഥലത്തും കാണുന്നുണ്ട്. ചെറിയ പുതിയ കുട്ടികളെ കൊണ്ടുപോലും അത് ചെയ്യിപ്പിക്കാൻ മടിപ്പിക്കുന്നു. നമുക്ക് ഹദ്ദാദ് എന്തിനാണ്, മജ്ലിസുന്നൂർ എന്തിനാണ്, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഇതൊക്കെ ആര് തുടങ്ങി വെച്ചാൽ, ആരൊക്കെ ഏത് മഹാന്മാർ തുടങ്ങി വെച്ചതാന്നുള്ളത് ഇവർക്ക് അറിയില്ല. ആ വഴിയിൽ തന്നെ ശക്തമായിട്ട് നിൽക്കും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുന്ന എൻ്റെ അഭിപ്രായം. അതിൽ രക്ഷയുണ്ട്. നാളെ അള്ളാൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ ഒരു വയ്യേ നമ്മളെ അടുത്തുള്ളൂ, വേറൊരു വയ്യില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാം. പ്രത്യേകിച്ച് എൻ്റെ വാപ്പയൊക്കെ നമ്മളൊക്കെ അത്ര പഠിപ്പിച്ചു അക്കാര്യത്തിലൊക്കെ. ഈ പലപ്പോഴും ചില ആളുകളൊക്കെ പറഞ്ഞു നമുക്ക് ഇടയാളന്മാരൊന്നും വേണ്ട, അതൊക്കെ എന്ന് അറിയുന്നത് അവർ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പറയുന്നതാണ്. ഇടയാന്മാർ വേണ്ട, പേടിക്കേണ്ട. അതൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പലരും കയറി കൂടാൻ, ഇതിനെ ഹൈജേക്ക് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടി. അത് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആലിമീങ്ങളായ ആളുകളെല്ലാം ശ്രദ്ധിക്കുക. ഈ അതുപോലെ വേറൊരു കാര്യമാണ് ഈ ഉലമ ഉമറ ബന്ധം എന്ന് പറയുന്നത്. ബാഫക്കി തങ്ങളുടെ ഒക്കെ ഒരു ചരിത്രത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാം. അല്ല, അവർ പറയുന്നത് വെച്ചാൽ ബാഫക്കി തങ്ങളുള്ള കാലത്ത് കെ മൗലവി MK ഹാജി എല്ലാം ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ ഉണ്ടെങ്കിലും നിസ്കരിക്കുന്നേരം വലിയപ്പം നിസ്കരിച്ച് ദ്വാരക്കുന്നേരം അവർ ബാക്കിൽ നിന്ന് ദ്വാരക്കല. അവർ ഇതിനെതിരായിട്ട് ഇടയാലുണ്ടോ മറ്റേതുണ്ടോ എന്ന് അവർ ഇതുവരെ ചോദിച്ചിട്ടില്ല. അവർ റിമോട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. വിധേയി പ്രസ്ഥാനക്കാർ ഇതിന് റിമോട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. മുജാഹിദീങ്ങൾ ഇതിനെ പിന്നിൽ നിന്ന് അവർ പറയുന്നത് ശരി, ഇത് കുറേ മാറ്റം വരുത്താനുണ്ട് എന്ന് പറയാം. ബാഫക്കി തങ്ങളുള്ള കാലത്ത് നടന്നിട്ടില്ല. ബാഫക്കി തങ്ങളുള്ള കാലത്ത് നടന്നിട്ടേ ഇല്ല. അവരെ സൂക്ഷിക്കുക എന്നുള്ളത് നിർബന്ധ. സമസ്ത ആലിമീങ്ങൾ ഇപ്പം ജീവിച്ചിരിക്കുന്നവർ നാളെ മരിക്കും. നാളെ ഇതും ദീൻ എത്ര കാലം വേണം അള്ളാണ് തീരുമാനിക്കേണ്ടത്. ഇവർക്ക് ആർക്കും വലിയ നേതാവോ മന്ത്രിയോ ഒന്നും ആവേണ്ട ആവശ്യമല്ല. ഇവർക്ക് ദീൻ നിലനിർത്താൻ വേണ്ടിയാണ് ഇവർ ഇത്രയും മനസ്സിലാക്കുന്നത്. ഈ 100 കൊല്ലം ഇത് ഇത്രയും കാലം കൊണ്ടുപോകാൻ കഴിഞ്ഞത് അള്ളാൻ്റെ എന്തൊരു ഫഹല. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഒന്നും കൊണ്ടുപോകാൻ കഴിയൂല. കാലഘട്ടം വ്യത്യാസമുള്ള കാലം. ഈ 100ാം വാർഷികത്തിന് ബാഫക്കി കുടുംബത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും ഇൻഷാ അല്ലാ. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും നമ്മളെ അമ്മമാരും നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരും പോകുന്ന പറയുന്നത്, എല്ലാവരും പോകണം എന്നാണ് നമ്മളെ അഭിപ്രായം. അത് വമ്പം വിജയമാക്കണം. ഏതായാലും ഇതൊരു വല്ലാത്തൊരു ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പം എനിക്ക് ഒരു പ്രത്യേകമായൊരു ഫീല്. കാരണം
ഇവിടെയാണ് ഷിഹാബ് തങ്ങൾ ഇരുന്നിട്ടുണ്ടാവുക, EMS ഇരുന്നിട്ടുണ്ട്, EMS ഇരുന്നിട്ടുണ്ടാവുക, പൂക്കോയ തങ്ങൾ, ഷംസുൽ ഉലമ ഇരുന്ന ആ ഒരു എന്താ പറയുക, ഇതിന് ഒരു പേരുണ്ടാവുമല്ലോ ഇരിപ്പിടത്തിന്, ഒരു പഴയ കട്ടിൽ. അത് അതേ തടിയിൽ ഇന്നും ഒരു 100-150 കൊല്ലമൊക്കെ പഴക്കം, 100 വർഷം പഴക്കം ഉണ്ടാവും. ആ കട്ടിലാണ് ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക ഫീല് വരികയാണ്. ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടേക്ക് ഇങ്ങനെ കടന്നു വരുമ്പം ബാഫക്കി തങ്ങളെ ആ ഒരു തലപ്പാവും ഒക്കെ നമ്മൾ മുഖത്തെ പ്രസന്നത, ആ ഒരു താടിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓടി വരികയും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വികാരങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ പലയിടങ്ങളും ഉണ്ടാവും, പല രാഷ്ട്രീയക്കാരുടെ വീടുകളും പല തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളായിരിക്കും. അതിനിപ്പോൾ ആര് തന്നെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പക്ഷേ ഇതൊരു 10-25 വർഷം എന്ന് പറയുമ്പോൾ കേരളത്തെ കേരളമാക്കി പരുവപ്പെടുത്തുന്ന കാലഘട്ടമാണ്. ഇന്ന് അവർ വിരിച്ച പായിൽ കിടക്കുന്നവരോ അല്ലെങ്കിൽ ആ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുന്നേരോ CH പറഞ്ഞിട്ട് പോലും നിൽക്കാഞ്ഞിട്ട് കുന്നമംഗലത്തെ വേറൊരാൾക്ക് സെറ്റ് ചെയ്യാൻ പോയതാ. VB ഗ്രീനെല്ലാം കണ്ടിട്ടാണ്, അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് VB ഗ്രീനെ കണ്ടിട്ടാണ് ഇത് CH ഒക്കെ ഇന്ദിരാഗാന്ധിയിലൊക്കെ കണ്ടിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടെ സ്ഥാപിക്കാൻ മെനക്കെടുന്നു. ഞാൻ കേട്ടതാണ്. അതിനൊക്കെ വല്യപ്പാൻ്റെ ഒരു വലിയൊരു അഫക്റ്റായിരുന്നു ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഫറൂഖ് കോളേജിൻ്റെ കാര്യത്തിൽ അതിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഞാൻ വരുന്ന സമയത്തിന് ഇവിടെ ഒരു തേങ്ങ തൂക്കിയിട്ടുണ്ട്. എന്താ കഥ? അത് എത്രയോ കൊല്ലങ്ങൾ 10-20 കൊല്ലത്തെ പഴക്കൊണ്ടെന്നാണ് പറയുന്നത്. അവിടെ തൂക്കിയിടാൻ അത് എന്തോ വല്യപ്പാൻ്റെ ആരോ കാര്യപ്പെട്ട ആളോ അല്ല വല്യപ്പാൻ്റെ ബാപ്പാൻ്റെ ആരോ കൊണ്ടുപോയി കൊടുത്തതാണ്. എൻ്റെ ചരിത്രം ഫുള്ളായിട്ട് എനിക്കറിയില്ല. അങ്ങനെ കാണാം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കാണാം. എൻ്റെ കുട്ടിക്കാലത്തല്ല, അതിൻ്റെ മുന്നേ കാണാം. അതിപ്പോൾ വെയിലും മഴയും അന്ന് എത്രയോ കൊല്ലമായിട്ട് ഒന്നും ആയിക്കില്ല, അതിൻ്റെ കിടക്കുക അവിടെ കിടക്കുന്നു. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഒരുപാട് സമയം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ കഥയും ചരിത്രവുമൊക്കെ അയവിറക്കി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു കാലഘട്ടം, അതിൻ്റെ കഥ, ചരിത്രം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുപ്രഭാതം ഓൺലൈൻ്റെ ഒരു അരമണിക്കൂറിലോ 40 മിനിറ്റിലോ ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു ചരിത്രത്തിനുടമയും ഉടമയുടെ വീടുമൊന്നുമല്ല ഈ ഒരു കൊയിലാണ്ടിയിലെ ബാഫക്കി തങ്ങളുടെ ഈ ഒരു ഭവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ബാഫക്കി തങ്ങൾ ഒരുപാട് വായിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എനിക്ക് ഈ ഒരു സ്റ്റോറി കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നമുക്ക് ബാഫക്കി തങ്ങളെക്കുറിച്ച് പറയാനും അറിയാനും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ തുടക്കത്തിലും ഇടക്കുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്. കാരണം നമ്മളൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സുഖവും അനുഭവിക്കുന്ന, സാമൂഹിക മണ്ഡലത്തിൻ്റെ എല്ലാ സുഖവും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇതൊക്കെ ആയി വരാൻ ഒരു രാഷ്ട്രീയ തീരുമാനം എന്നത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എത്ര ടാക്സ് കൊടുക്കണം, എങ്ങനെ യാത്ര ചെയ്യണം, ഏത് റോഡ് നമുക്ക് യാത്രയ്ക്ക് അനുയോജ്യമാവണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് പിറകിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ പിറകിലൊരു ചാലകശക്തി ഉണ്ടാവുമല്ലോ. ആ ചാലകശക്തിയാണ് ഈ കൊയിലാണ്ടിയിലെ ഈ ഒരു വീട് എന്ന് പറയുന്നത്, ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ബാഫക്കി തങ്ങളുടെ ഒരു ചരിത്രം നമുക്കിനിയും ഒരുപാട് കേൾക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂടെ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത് ബാഫക്കി തങ്ങളുടെ മകളുടെ മകനായിട്ടുള്ള ഹാരിസ് ബാഫക്കി തങ്ങളാണ്. തങ്ങളെ ഒരുപാട് സന്തോഷം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ പറ്റി. അതോടൊപ്പം ഈ വീട് കാണാനും, ഈ വീട് നമ്മൾ കാണുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളൊക്കെ ആ ഒരു അനുഭൂതിയിൽ നിൽക്കുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ EMS ഇവിടെ വരിക, ഷിഹാബ് തങ്ങൾ ഇവിടെ വരിക, എല്ലാവരും വരിക. അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കാൻ ആളെ അല്ലായിട്ട് CPIൻ്റെ NE ബാലറാമിനെ വിളിച്ച് വരുത്തിയിട്ട് തൃശ്ശൂർ ഒരു മേനോനുണ്ട്, മേനോൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടാന്നിട്ട് അയാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി എന്ന് പറഞ്ഞ ബാഫക്കി തങ്ങൾ പറഞ്ഞതാവല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തൊരു വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു സങ്കടം, ഇന്ന് ഈ വീട്ടിൽ നിന്ന് ആ കാലഘട്ടത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഒരാളുണ്ടായില്ല, അല്ലെങ്കിൽ മതമേഖലകളിലേക്കൊന്നും ആരും ഉണ്ടായില്ല എന്നത് എന്തുകൊണ്ട് എന്നുള്ളത് മറ്റു കാര്യങ്ങളാണ്, നമ്മൾ ചർച്ച വിഷയവുമല്ല. പക്ഷെ ആ ഒരു അങ്ങയോട് തന്നെ മുഖതാവിൽ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.